ഇപ്പോൾ ഇടതു സഹയാത്രികൻ ബി ജയരാജ് കൂടെ ചേരുന്നുണ്ട്. ശ്രീ ജയരാജ്, ഇത്രയും നാൾ CPM പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് ഇത്തരം ഒരു സംഭവം നടന്നിട്ടില്ല, ഇതൊക്കെ വ്യാജ വാർത്തകളാണ്, കെട്ടിച്ചമയ്ക്കുന്നതാണ്. ഇതിനു മുൻപും പലതവണ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാനാകൂ എന്നുള്ള പ്രതിരോധങ്ങളൊക്കെ CPM തീർത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ വീണയുടെ തന്നെ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്, CMRന് വേണ്ടി സേവനങ്ങൾ അനുഷ്ഠിച്ചിരുന്നില്ല എന്ന്. തീർച്ചയായിട്ടും ഞാൻ ആ മൊഴി ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസിന്റെ, അതായത് വീണ തൈക്കണ്ടിന്റെ ഹസ്ബൻഡിന്റെ മൊഴി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ ലൈവായിട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല എന്നാണ് അസന്നിഗ്ധമായിട്ട് സംസ്ഥാനത്തെ ഒരു മന്ത്രി പറയുന്നത്. ഇപ്പൊ SFIOയും കേന്ദ്ര ഏജൻസികളും ഇങ്ങനെ സെലക്ടീവ് ലീക്കേജസ് ഇങ്ങനെ കൊടുക്കാറുണ്ട് മീഡിയയ്ക്ക്. കാരണം ഇലക്ഷൻ വഴിയെ ഇങ്ങനെ ഇത് കത്തിച്ചു നിർത്തുക എന്നുള്ള ആവശ്യം ലാവ്ലിൻ കേസ് തൊട്ടേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല എന്ന് അവർ തന്നെ പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് തന്നെ പറയുമ്പോൾ നമ്മൾ ഏത് വിശ്വസിക്കണം? അപ്പോൾ ഒരു ആരോപണത്തിന്റെ പുകമറയിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ നിർത്തുക എന്നുള്ളത് കുറെ നാളുകളായി കേന്ദ്ര ഏജൻസികൾ ചെയ്യുന്ന പണിയാണെന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഇതിനകത്ത് വലിയ ആശ്ചര്യമൊന്നുമില്ല. സത്യത്തിൽ ഇതൊരു കെട്ടടങ്ങിയ കേസാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് ടാക്സ് അടച്ചിട്ടുള്ള ഒരു കേസാണ്. പിന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കേണ്ടുന്ന ഒരു കേസ് പോലും അല്ല ഇത്. എന്നിട്ട് ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വന്ന് അന്വേഷിക്കുന്നു, മറ്റ് IT ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ച് കണ്ടെത്തുന്നു, ഇല്ലാത്ത പേരുകൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു, പുകമറ സൃഷ്ടിക്കുന്നു, അതിനകത്ത് വീണ്ടും കാരണങ്ങൾ പറയുന്നു. ഇത് കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു കേസാണ്. കോടതിയിൽ നിന്ന് തീർപ്പ് വരട്ടെ. ഡൽഹി ഹൈക്കോടതിയുടെ പേരിലും ഡൽഹി ഹൈക്കോടതിയിലുള്ള വിധി വരുമ്പോൾ കൃത്യമായിട്ടുള്ള നമുക്ക് വിവരങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടല്ലോ. അല്ലാതെ ഇത്തരത്തിലുള്ള സെലക്ടീവ് ലീക്കേജുകളോട് നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടുന്ന കാര്യമില്ല. ശരിക്കും ഇത് ചർച്ച ചെയ്യേണ്ടുന്ന പോലെ വിഷയമല്ല. ഇതിപ്പോ സുധാകരനെ, കോൺഗ്രസിന്റെ പ്രസിഡന്റ് സുധാകരനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. NM വിജയന്റെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. അതായത് അവിടെ നടന്ന ഈ ബാങ്ക് തിരിമറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാട് സുധാകരൻ അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന് പകരം ഇത്തരത്തിലുള്ള ഇല്ലാത്തൊരു ആരോപണം, കെട്ടിച്ചമച്ചൊരു ആരോപണം, അതിനകത്ത് ഇല്ലാത്ത തെളിവുകൾ, ഇല്ലാത്ത എന്താണ് നമ്മൾ പറയുന്നത്, ഇല്ലാത്ത പൂച്ച ഇരുട്ടുമുറിയിൽ തപ്പുന്ന പോലുള്ള തപ്പിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ. എന്നാൽ കാണുന്ന ഒരാൾ ആത്മഹത്യ ചെയ്ത ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ദീർഘനേരം കോൺഗ്രസ് പ്രസിഡന്റിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോലും അതിന്റെ ഒന്നും ഒരു വാർത്ത, ഒരു ബൈലൈൻ വാർത്ത പോലും കൊടുക്കാൻ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തയ്യാറല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള ഇരട്ടത്താപ്പ് മനസ്സിലാകും, എന്താണ് ഉന്നം വെക്കുന്നതെന്ന് മനസ്സിലാവും. ഇപ്പൊ കേരളത്തിലെ 99% മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഏതാനും ചില വാർത്താ മാധ്യമങ്ങൾ ഒഴിച്ചാൽ, ഏതാനും ചില പത്രങ്ങൾ ഒഴിച്ചാൽ, ഏതാനും എന്ന് പറയത്തില്ല, 1-2 പത്രങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ, ഒരു വാർത്താ ചാനൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഒന്നടങ്കം ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് കുറെ നാളുകളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ സർവേ നടത്തിയാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ജനവികാരം ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കൂടെ തന്നെയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും. ഏത് മഴവിൽ മുന്നണി ഉണ്ടാക്കിയാലും, ഏത് കുറുമുന്നണി ഉണ്ടാക്കിയാലും, എത്രയൊക്കെ ചെളിവാരി എറിഞ്ഞാലും, എത്രയൊക്കെ മാധ്യമങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചാലും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അതിനെയെല്ലാം ചവറ്റുകുട്ടയിലേക്ക് എറിയും. ഇത്തരം ദുരാരോപണങ്ങളുടെ എല്ലാം സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണെന്ന് കാലം നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നുണപ്രചരണങ്ങളാവും തോറും തുടരട്ടെ. താൽക്കാലികമായി സന്തോഷിക്കുന്നവർ സന്തോഷിക്കട്ടെ. അവസാന വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെയായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ്, അതിന്റെ അമരക്കാരനായിട്ടുള്ള പിണറായി വിജയനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ സ്വർണ്ണ കേസ് മുതൽ കണ്ടിട്ടുള്ളതാണ്, സ്വർണ്ണക്കടത്ത് കേസ് മുതൽ കണ്ടിട്ടുള്ളതാണ്. അതിനകത്ത് ബിരിയാണി ചെമ്പ്, ഖുറാൻ, ഈന്തപ്പഴക്കുരു, പിന്നെ പനയോലയിൽ നോട്ട് കെട്ട് ചുരുട്ടിയത്, ഇങ്ങനെ ഓരോ ദിവസവും വാർത്തകൾ വന്നിട്ട് ഇതെല്ലാം ജനങ്ങൾ എടുത്തെറിയുകയാണ്. ജനങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കാണുന്നുണ്ട്, ഇവിടെ നടക്കുന്ന വികസനം കാണുന്നുണ്ട്, ഇൻഡസ്ട്രീസിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിനെ കുറിച്ച്, വിദ്യാഭ്യാസ ടെക്സ്റ്റ് ബുക്കുകൾ നേരത്തെ തന്നെ കിട്ടിയതിനെ കുറിച്ച് ജനങ്ങൾ ബോധ്യവാന്മാരാണ്. ആരോഗ്യ മേഖലയിലെ വികസനത്തിനെ കുറിച്ച്, ക്യാൻസർ സെന്ററുകൾ തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ ജനങ്ങൾ ബോധ്യവാന്മാരാണ്. കേന്ദ്ര സഹായത്തോടു കൂടി ഉള്ള ഹൈവേ വികസനത്തിൽ കേരളം വഹിച്ച പങ്കിനെ കുറിച്ച് ബോധ്യവാന്മാരാണ്. മലയോര ഹൈവേയെ കുറിച്ച് ബോധവാന്മാരാണ്. തീരദേശ ഹൈവേയെ കുറിച്ച് ബോധവാന്മാരാണ്. അതിദരിദ്രരെ ഇല്ലാതാക്കുന്ന പദ്ധതിയെ കുറിച്ച് ജനങ്ങൾ ബോധ്യവാന്മാരാണ്. നവംബർ 1 അതിന്റെ പ്രഖ്യാപനം വരും. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറും. ഇങ്ങനെയുള്ള നേട്ടങ്ങളെ ഇത്തരത്തിലുള്ള പുകമറ സൃഷ്ടിച്ച്
എത്രമാത്രം കൊല്ലാൻ ശ്രമിച്ചാലും, എത്രമാത്രം നമ്മൾ തടയിടാൻ ശ്രമിച്ചാലും സത്യത്തിന്റെ മുഖം തെളിഞ്ഞു തന്നെ വരും. ഇത്തരം ആരോപണങ്ങൾക്കൊന്നും കഴമ്പുണ്ടല്ല എന്ന് മാത്രമല്ല, കുറച്ച് ആളുകൾക്ക് കുറെ നേരം സന്തോഷിക്കാനും ചിരിക്കാനും ഒരു വാർത്തയാകുക എന്നുള്ളതല്ലാതെ ഒരു കാര്യവുമില്ലാതെ ഒരു കുടുംബത്തിനെയും ആ കുടുംബത്തിലെ അംഗങ്ങളെയും, നേരത്തെ തന്നെ പിണറായി വിജയന്റെ ഭാര്യയ്ക്ക് സിംഗപ്പൂരിൽ കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഉണ്ടായിരുന്നു. ആ വാർത്ത ഇല്ലാതായി മാറി. അതിനുശേഷം പിന്നെ കുറെ നാൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിയത് പിണറായി വിജയന്റെ പേരിൽ ഒരു ബഹുനില മന്ദിരം, അതൊരു NRIയുടെ ആണ് ആ വീടെന്ന് കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ ഓരോ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇങ്ങനെ ഓരോരോ ആരോപണങ്ങളും ഉണ്ടയില്ല വെടികളാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷത്തിന് കൃത്യമായിട്ട് ഒരു അഴിമതി ആരോപണം പോലും ഒരു മന്ത്രിക്കെതിരെയും, കുഴൽനാടന്റെ തെളിവുകളെല്ലാം ശങ്കരാടി സിനിമയിൽ കാണിക്കുന്ന കണക്കല്ല കയ്യിലെ രേഖകളാണ്, തെളിവുകൾ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കയ്യിലെ രേഖകൾ കാണിക്കുന്ന ശങ്കരാടിയുടെ കഥാപാത്രത്തെ കണക്കോലെ പ്രതിപക്ഷം അങ്ങേയറ്റം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ ഐക്യമില്ല, അവർ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു ധൈര്യം അവർക്കില്ല. ജനാധിപത്യ പാർട്ടി എന്നൊക്കെ പറയുന്നെങ്കിലും ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടത്താൻ പോലും കെൽപ്പില്ലാത്തവർ ഈ പറഞ്ഞ കണക്കോലെ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള വർഗീയ ശക്തികളെ, പഴയ PFI പോലുള്ള, പഴയ സിമി പോലുള്ള സംഘടനകളെ ഒത്തുചേർന്ന് പിടിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് നേരിടാമെന്നൊക്കെ അവർ ദിവാസ്വപ്നം കാണുകയും BJP-കാരാണെങ്കിൽ ക്രിസ്തുമതക്കാരുടെ ഇടയിൽ നുഴഞ്ഞു കയറാൻ സമീപനം നടത്തുകയും ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് വിമോചന സമര മോഡലില് ഈ ഗവൺമെന്റിന് തുടർച്ചയായിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ ഉള്ളത് മലർപ്പടിക്കാരന്റെ മനോരാജ്യമായി അത് തകർന്നു വീഴുമെന്ന് തന്നെയാണ്, അത് ചീട്ടുകെട്ടാരം പോലെ തകരുമെന്ന് തന്നെയാണ് ജനങ്ങളുടെ പൾസറിയുന്ന, ജനങ്ങളുടെ ഇടയിൽ സഹകരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. ജനങ്ങൾക്ക് ഈ നാട്ടിലുള്ള ഡെവലപ്മെന്റ് ഒരു മാധ്യമങ്ങളുടെയും പങ്കില്ലാതെ തന്നെ കൃത്യമായി അവർ അനുഭവിച്ച് അറിയുന്നുണ്ട് ഓരോ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ. അതിനെക്കുറിച്ച് അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മാത്രം മതി. ആ ഓർമ്മയിലൂടെ അവർ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിലേറ്റും. അപ്പോൾ ഇതുവരെയുള്ള ആരോപണങ്ങളൊക്കെ എവിടെ പോകും നമുക്ക് കണ്ടു തന്നെ അറിയാം. അതിന് ഏത് അന്വേഷണ ഏജൻസി ഒന്ന് അന്വേഷിച്ചാലും, എത്ര കള്ളത്തരം പ്രകടിപ്പിച്ചാലും, എത്ര നുണപ്രചരണം നടത്തിയാലും ഇതെല്ലാം ചരിത്രത്തിന്റെ ചവിറ്റുകുട്ടയിലാണ് ഇത്തരം ആരോപണങ്ങൾ സ്ഥാനം എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.